സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട കർഷകനെ ആണ് സൂചിപ്പിക്കുക. ഇത് വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്കറിയാം, വിതച്ച വിത്ത് വചനമാണെന്നും വിതച്ചത് യേശുവാണെന്നും വീണത് നമ്മുടെയൊക്കെ ഹൃദയമാണെന്നും ഇത് മനസ്സിലാവുമ്പോഴാണ് വചനത്തിന്റെ ഒരു വലിയ അർത്ഥം നമുക്ക് മനസ്സിലാവുക. ഇതിന് ഈ 3 സുവിശേഷത്തിലാണ് ഇത് പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം. ഇവിടെയൊക്കെ ഈ ഉപമ പറയുന്നുണ്ട്. ഈ ഉപമ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ലൂക്കാ സുവിശേഷകന് 30, 60 കണക്കൊന്നുമില്ല. ആ 100 മേനി തന്നെ ഉള്ളൂ. 100 മേനി ഫലം പുറപ്പെടുവിക്കണം. അതാണ് ലൂക്കാ സുവിശേഷന്റെ കണക്ക്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ കണക്ക് 30 മേനി, 60 മേനി, 100 മേനി എന്നാണോ? അല്ല, അതെങ്ങാണ്ട് കുറഞ്ഞു വരുവാന്ന് തോന്നുന്നു. 100 മേനിയും 60 മേനിയും 30 മേനിയും എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ മർക്കോസ് 30 മേനിയും 60 മേനിയും 100 മേനിയും എന്നാണ്. എന്നാൽ ലൂക്കായാകട്ടെ 100 മേനിയെ തന്നെ നിർത്തിയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്തുമാകട്ടെ, നമുക്ക് വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത് യേശുവിനോട് ചേർന്ന് നിന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി മാറാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.